കോന്നിലല്ല, കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി എന്ന് പറയുന്ന സംഭവം സോഡാ സർബത്ത് അതിന് പേരിട്ട് നമ്മളാ കൊടുത്തത്. വയറിലെന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നു. ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. മനോരമയിലെ, ദേശാഭിമാനി, മാതൃഭൂമി, മംഗളം എല്ലാ പത്രത്തിലും എന്റെ ഫോട്ടോ ഉൾപ്പെടെ അന്ന് വന്നതാ. അന്ന് എനിക്ക് നല്ല തിരക്കായിരുന്നു. വെച്ചാൽ റോഡ് സൈഡ് ആയിരുന്നു. കുലുക്കി സർബത്ത് തന്നെ ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക, പൈനാപ്പിൾ, മാങ്ങ എല്ലാം കൂടെ അരച്ചതായി ഈ സാധനം പൾപ്പാക്കി വെച്ചേക്കുക. ഇതിനകത്ത് സോഡ, ഇഞ്ചി, കാന്താരി അതെല്ലാം ചേർത്ത്, പഞ്ചസാര എല്ലാം ചേർത്ത് സോഡയോടെ ചേർത്തെടുക്കുക. അപ്പൊ സുനാമി സർബത്ത്. നിസ്സാരം ഒരു പേരെന്നേ ഉള്ളൂ. അത് ഞാനിങ്ങനെ വെള്ളം എടുക്കുന്ന എന്റെ ആയിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നത്. അപ്പൊ ഈ സാധനം ആൾക്കാരിങ്ങനെ കൂടെ വയ്ക്കല്ലേ. അപ്പൊ ഈ ചേട്ടൻ എന്താ സാധനം എടുക്കുന്നത് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഈ സുനാമി അടിച്ച സമയം, അങ്ങനെ പേര് ഞാൻ വെച്ചത്. അപ്പൊ ഈ സുനാമി അടിച്ച സമയം, അപ്പൊ ഈ ഇങ്ങനെ ഈ ഗ്ലാസിനകത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്താ ഇവൻ ഈ സോഡയുടെ എഫക്ട് കൊണ്ട് വെള്ളം ഇഞ്ചിയുടെ പൊങ്ങി വരും. അപ്പൊ എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതെന്തോ വെള്ളം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഇതാ സുനാമി. എന്നാ ഞങ്ങൾക്ക് 2 സുനാമി പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞു സുനാമിയായി. പിന്നെ സുനാമി വൈറലായി. ഇടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം കുറെ ആൾക്കാർ സുനാമി സർബത്തെന്ന് എന്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് സുനാമി, കോന്നിയിലെ സുനാമി എന്ന് പറഞ്ഞൊക്കെ വെച്ചു. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ പെട്ടെന്ന് വരുന്നവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി, ഗൾഫിലൊക്കെ കൊണ്ടുപോകാനോ അല്ലെ വെളിയിൽ കൊണ്ടുപോകാനോ വെച്ച് ദൂരമൊക്കെ കൊണ്ടുപോകാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഡപ്പയിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ലൂസാക്കി സാധനങ്ങൾ ആ സാധനം തന്നെ ലൂസാക്കി തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റം വെച്ചിട്ടുണ്ട്. ഒരു 10 രൂപ തൊട്ട് മേപ്പോട്ട് 500 രൂപയ്ക്ക് വരെ നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ. ചാമ്പയ്ക്ക, മാങ്ങ, നെല്ലിക്ക, അമ്പഴങ്ങ. ഇതല്ലേ അമ്പഴങ്ങയൊക്കെ എന്ന് പറഞ്ഞാല് ഹൈവൽഡ് അമ്പഴങ്ങ ഉണ്ടോ? ഇത്രയും വലിയ അമ്പഴങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊരു ചെറിയ മരത്തിന് പറയും. ചെറിയ മരം എന്ന് പറഞ്ഞാൽ ഒരു 2 ആൾ ഹൈറ്റേ ഉള്ളായിരുന്നു. നല്ല തഴിച്ച് 10-300 കിലോ കായ ഉണ്ടായിരുന്നു. നല്ല ഇത് മാംസമായിരുന്നു മൊത്തം കംപ്ലീറ്റ്. നമ്മൾ ഈ സാധനം ഇവിടെ കിട്ടുന്ന അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ നെല്ലിക്കയുടെ വലിപ്പമല്ലേ ഉള്ളൂ. നാട്ടുമാങ്ങയത്. ഇപ്പൊ നാട്ടുമാങ്ങ ഇവിടെ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഹരിപ്പാട്, മാവേലിക്കര, കായംകുളം ഭാഗത്തെല്ലാം മൂവണ്ട മാങ്ങയും ഇതുപോലെ നാട്ടുമാങ്ങ ആയിട്ടുണ്ട്. പഴുത്ത് വീഴുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. അവിടെ എടുത്തിട്ട് അവിടെ പോയിട്ട് ആവശ്യം പോലെ പറിക്കുക. നമ്മുടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനുള്ള മാങ്ങ നമ്മൾ അവിടെ പോയി എടുക്കുക. സ്വന്തമായി നമ്മൾ ഇതിനകത്ത് വിഷം അടിക്കുകയൊന്നും ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ടുണ്ട്. 15-17 കൊല്ലം കൊണ്ട് നമ്മൾ ഈ മാങ്ങ കൊടുക്കുന്നുണ്ട്. വരവ് മാങ്ങ എടുക്കത്തില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മാങ്ങ എടുക്കുന്നില്ല. നമ്മുടെ നാട്ടുമാങ്ങ മാത്രം. ഇതിപ്പോ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. ഇതിനായിട്ട് ചെറിയ കൊച്ചുമാങ്ങ വരും, കറിമാങ്ങ സൈസ്, കരട്ടുമാങ്ങ എന്നൊക്കെ പറയും. പിന്നെ കാട്ടുമാങ്ങയുണ്ട്. അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ തനതായിരുന്നു പഴുക്കുന്നുണ്ട്. വിളവായ ശേഷം തനതായിരുന്നു പഴുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ്ട് പീസാക്കി ഇടാനുള്ള മാങ്ങ എല്ലാം നമ്മൾ എടുത്തോണ്ട് വരുന്നത് ഉണ്ടോ. ഇതൊക്കെ വെളിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിക്കുകയൊക്കെ ചെയ്ത് കേടാവത്തില്ല. ഈ സാധനം കേടാവത്തില്ല. അടപ്പ് നല്ല ടൈറ്റായിട്ട് വിൽക്കുക. പിന്നെ ചാമ്പയ്ക്കുണ്ട്, മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. ഇതിപ്പോ ഈ ഡപ്പയെല്ലാം നമ്മൾ 150 രൂപ അനുസരിച്ചാണ് കൊടുക്കുന്നത്. 100-150 രൂപ അനുസരിച്ചാണ് കൊടുക്കുന്നത്. എല്ലാ ഐറ്റം ഉണ്ട്. ഇതാണ് പറങ്ങാപ്പഴം വരെ ഉണ്ട്. പറങ്ങാപ്പഴം അത്. പിന്നെ പനിനീർ ചാമ്പയ്ക്ക, അമ്പഴങ്ങ പീസാക്കിയത്. പിന്നെ നമ്മുടെ ഫേവററ്റ് ഐറ്റം വാഴപ്പിണ്ടി. ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവുള്ള സാധനമാണ്. പിന്നെ ഇത് കാട്ടുനെല്ലിക്ക. എല്ലാ ഐറ്റം ഉണ്ട്. ദൂരെ നാൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ അച്ചാറാണ്. ഇതാ കാണിക്കും. എല്ലാത്തരം അച്ചാറും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണിമാങ്ങ. മൺഭരണിയിൽ ഇട്ടേക്കുക. ഇതാ ഒറിജിനൽ കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഉള്ള ഐറ്റം ചേർക്കത്തില്ല. ഫുള്ള് നല്ലെണ്ണയിൽ ആ മാങ്ങയുടെ ചൊനയും അതിന്റെ വെള്ളത്തിലാണ് ഇടുന്നത്. പിന്നെ കടുവ് പരിപ്പും ഉലുവപ്പരിപ്പും ചേർത്തെടുക്കും. പണ്ടുള്ള അമ്മമാരിടത്തല്ലേ, അതേ രീതി. ഇപ്പം ആ ഉപ്പ് കുറച്ചുകൂടെ മാങ്ങയ്ക്ക് പിടിക്കാനുണ്ട്. ഇതൊരു 6 മാസമൊക്കെ ഇരിക്കണം. ഇരുന്നാലേ അത് ഒന്ന് ഇതായിട്ട് വരത്തുള്ളൂ. പിന്നെ ബീഫ് അച്ചാറുണ്ട്. ബീഫ് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. നമ്മൾ വറുത്ത് കോരി എടുക്കും. നല്ലെണ്ണ തന്നെ വറുത്ത് കോരി എടുത്തിട്ടാ എടുക്കുന്ന ഈ സാധനം. ഇത് ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് നമുക്ക് ഓർഡർ വരുന്നുണ്ട്. ഒത്തിരി ഓർഡർ വരുന്നുണ്ട്. ഓർഡർ ഉണ്ട്. പിന്നെ ഈ സൊമാറ്റോ പോലുള്ള ഇവരുണ്ടല്ലോ ഓൺലൈൻ, അവരുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് 1-2 പേര്. ആ ഗ്രൂപ്പ് അനുസരിച്ച് അവർ നമ്മളെ ദൂരെ നിന്നൊക്കെ ആൾ വന്ന് വിളിക്കും. വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. കടുമാങ്ങ, കണ്ണിമാങ്ങ, അടമാങ്ങ. ഇത് അടമാങ്ങ ഉണ്ടോ?
ഈ സാധനം നമ്മൾ മാങ്ങ വെട്ടി കീറി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ട് ഡ്രൈ ആയിട്ട് തന്നെ അച്ചാറിടാക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പൊ ഏകദേശം ഒക്കെ തീർന്നിരിക്കുക. ഇനിയിപ്പോ നാളെ കട അവധിയാക്കിയിട്ട് ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് ഫുള്ള് ഞാനും വൈഫ് കൂടെ മാത്രമേ എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോ ഇഞ്ചി ഇടണം, സമ്മന്തിപ്പൊടി ഏകദേശം തീർന്നു, നാരങ്ങാച്ചാർ തീർന്നു, ഇനിയിപ്പോ എല്ലാം ഇടണം. ഇതാ ഈത്തപ്പഴം തേനിലെടുക്കുന്നത്. എല്ലാവരും നാരങ്ങയ്ക്കകത്ത് ഈത്തപ്പഴം ഇടും, പക്ഷെ നമ്മൾ ഇടുന്ന പറഞ്ഞാൽ തേനിനകത്താണ് എടുക്കുന്നത്. തേനകത്ത് കാന്താരി, പിന്നെ പനങ്കൽക്കണ്ടം ഇതെല്ലാം ചേർത്തിട്ട് എടുക്കുന്നത്. ഈ ചപ്പാത്തി കഴിക്കാൻ റൈസ് റൈസിന് കല്യാണക്കാരെ എടുക്കുന്ന നാരങ്ങ ചേർത്ത് വരുന്നത്. പക്ഷെ ഇത് നാരങ്ങ ചേർക്കത്തില്ല, ഈത്തപ്പഴം മാത്രം. ഈത്തപ്പഴത്തിനകത്ത് ഇത് ചെയ്തെടുക്കുന്ന കേട്ടോ. തീർന്നത് നമ്മളൊരു 15-20 കിലോ വീതം ഇടും. ഒരാഴ്ച 2 ആഴ്ച ഇപ്പോഴത്തേന് തീരും, സാധനം എല്ലാം തീരും. പിന്നെ ഇതാണ് ഫിഷ്, മീന് കണ്ടോ. നമ്മൾ ഈ എണ്ണ ഇത്ര ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണ കിടന്നു കഴിഞ്ഞാൽ ഇത് കേടായിരിക്കും. നല്ല എണ്ണയാണ്. ലാസ്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കി ഇതിന്റെ മേളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അടിയിലോട്ട് പൂക്കത്തില്ല, കേട് വരത്തില്ല. ആവശ്യമില്ല വിനാഗിരിയോ കളറുകളോ കേടാതിരിക്കാൻ സോഡിയം കാർബണേറ്റോ ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. കണ്ടില്ലേ, ഇത്രയും ഡ്രൈ ആയിട്ടായി സാധനം ഇരിക്കുന്നത്. ഉണ്ടോ, കേടാവാതിരിക്കും. നമ്മളിപ്പോൾ ഒരു 15-20 കിലോ വിലയുള്ള പിന്നെ ഒരു കേര ഫുള്ളായിട്ട് മേടിച്ചിട്ട് വൃത്തിയാക്കി അതിന്റെ കറപ്പും മുള്ളും എല്ലാം എടുത്ത് കളഞ്ഞ് ചെയ്തെടുക്കുക. ബീഫും അതുപോലെ തന്നെ പോത്ത എടുക്കുന്നത്. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ കുറെ അച്ചാർ തീർന്നിരിക്കുക. ഇന്നലെ നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു, ഇന്നലെ എല്ലാം തീർന്നിരിക്കുക. ഇത് വൃത്തിയാന്ന് നോക്കിയാൽ സാധനം കിടക്കുന്നുണ്ടോ, ഉണ്ടോ, കണ്ടിനോ. ആവശ്യം ഇത് നല്ല കിട്ടുന്നതല്ലല്ലോ ഇത്. ഈ കടകളിൽ മേടിക്കുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ, കമ്പനിക്കാരൻ്റെ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിനാഗിരിയും കളറും അതിനകത്തെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളൊന്നും ഇല്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന പ്രകൃതി. പണ്ട് പോലെ നമ്മളങ്ങനെ ചെയ്യുന്നത്. സർബത്ത് എടുക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഫ്ലേവറുകൾ കൂടുതലും എടുക്കാറില്ല. പൈനാപ്പിളും പേരക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് അതാണ് സർബത്ത്, ഈ സുനാമി സർബത്ത് പറയുന്ന സാധനം എടുക്കുന്നത്. ഞാൻ തന്നെ തുടങ്ങിയത്. അതിപ്പോ 10-17 കൊല്ലമായി കാണും. 17-18 കൊല്ലത്തോളമായി. അതെ, എനിക്ക് അന്ന് വഴിയോര കച്ചവടം, റോഡ് സൈഡിലായിരുന്നു കച്ചവടം. അന്ന് നല്ല മരത്തണലും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂർ 1 മണിക്കൂർ നിൽക്കണമായിരുന്നു. ക്യൂ നിന്ന ആൾക്കാർ വെള്ളം കുടിച്ചോണ്ടിരുന്നത് സുനാമി ഇറങ്ങിയ സമയത്ത്. അല്ല, നമുക്കിവിടെ വരുമ്പോൾ ആൾക്കാർ പറയല്ലോ എന്റെ വീട്ടിൽ നിന്നെ ഉണ്ട്, ചാമ്പയ്ക്ക ഇപ്പൊ ഉണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ നാളെ പോയിട്ട് കളക്ട് ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. പണ്ട് പോലെ ഇങ്ങനെ ആയതുകൊണ്ട് എത്ര ദൂരം പോയി വേണേലും മാങ്ങ ആയാലും നെല്ലിക്ക ആയാലും ചാമ്പയ്ക്ക ആയാലും ഡബലോലിക്ക ആയാലും തമിഴ്നാട്ടിൽ പോയി ഇത് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ പോയി ചീമേലിക്ക കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ബസ്സിന് ഞാൻ ബസ്സിന് അറിയാൻ നല്ല അന്നേരം ഫ്രഷ് ആയിട്ട് ഇട്ടാലേ അതുപോലെ ക്ലിയർ ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ വാടി കഴിഞ്ഞാൽ കൊള്ളത്തില്ല സാധനം. പിന്നെ വേറെ മിൽക്ക് ഷേക്ക് ഉണ്ട്, അവൽ മിൽക്ക് ഉണ്ട്. അവൽ മിൽക്കൊക്കെ ഇവിടെ നല്ലപോലെ പോകുന്ന. അവൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പച്ചപ്പാൽ ഒഴിച്ചല്ലേ എടുക്കുന്നത്. പച്ചപ്പാൽ ഒഴിച്ചല്ലേ എടുക്കുന്നത്. പാല് ചൂടാക്കി നമ്മൾ കട്ടിയാക്കി വെച്ചിട്ട് അത് അരച്ച് അതിൻ്റെ കൂടെ പഴവും ഏലക്കയും ഒക്കെ ചേർത്ത് അവല് 2-3 സൈസ് അവലുണ്ട്. അവല് പിന്നെ ചിലപ്പോൾ കദളിപ്പഴം മിക്കവാറും ചേർക്കുന്നുണ്ട്. കദളിപ്പഴം, കപ്പലണ്ടി, മുന്തിരി എല്ലാം കൂടെ ചേർന്നുള്ള. എന്നുവെച്ചാൽ ഒരാൾ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. ഹാപ്പി ആയിട്ട് അവർ പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചായയുണ്ട്, പൊരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കപ്പ, എല്ലുകറി, പോത്തുകറി. ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് മാത്രം എല്ലാം കൂടെ നടക്കത്തില്ല, ജോലിക്കാരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഊണ് അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തിയിരിക്കുവാണ്. തുടങ്ങും. അപ്പൊ ഇപ്പൊ കപ്പ, എല്ലുകറി, പോത്തുകറി, റൈസ് ഒക്കെ ഉണ്ട്, മീൻകറി എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് വെച്ച് ചെയ്തുകൊണ്ട് വരുവാ. അവിടുന്ന് ചെയ്ത് വീട്ടിൽ നിന്ന് വിറകടുപ്പിൽ നമ്മൾ കൂടുതലും പാചകം ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് അതിന് കിട്ടും. ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ഊണ് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പക്ഷെ ഊണ് എല്ലാം കൂടെ അത് ഇലയിലാവും ചോറ് കൊടുക്കുന്നത്. അത് പ്രത്യേകതയാണ്. പിന്നെ കൂടുതൽ കറികളൊന്നും കാണുന്നില്ല നമ്മുടെ ഊണിന്. നമ്മുടെ ഊണെന്ന് പറഞ്ഞാൽ ഈ ചീരയില തോരനും മത്തേല തോരന്, പിണ്ടി തോരന്, അങ്ങനെയൊക്കെയുള്ള എല്ലാം നാടൻ ഐറ്റങ്ങളായിരിക്കും. ഞാനിവിടെ വന്ന് ഈ കട എടുത്തപ്പം മറ്റേ പഴയ പോലെ കടകളിലുള്ള നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുന്ന കച്ചവടം പോലുള്ള കച്ചവടം നമുക്ക് കിട്ടത്തില്ല. ആൾക്കാരൊരു ബേക്കറി ആയിട്ടേ കാണത്തുള്ളൂ. പിന്നെ നമ്മളെ അറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വന്നിരിക്കും. ഈ വഴി പോവുകയാണെങ്കിൽ കോട്ടയം, പാല ആ റൂട്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ മീൻകറിയും കപ്പയൊക്കെ ഇഷ്ടമാണ്. അവരിവിടെ കറക്റ്റ് കയറിയിരിക്കും. അപ്പം നമ്മുടെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ മാങ്ങ
മാങ്ങ ആയാലും അച്ചാറായാലും ഏത് ഐറ്റം ആയാലും നമ്മുടെ ഉണ്ടാവും. ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കോന്നി, പത്തനംതിട്ടയിലെ കോന്നി, ടാറ്റയുടെ ഷോറൂമിന് ഓപ്പോസിറ്റ്. കോന്നിക്കാരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോന്നിയിലല്ല, പത്തനംതിട്ടക്കാരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ICICI ബാങ്ക് ഉണ്ട്, ICICI ബാങ്കിൽ ചോദിച്ചാലും മതി. മാമൂട് കോന്നി. പിന്നെ മാങ്ങ അച്ചാർ വില ഉണ്ടെങ്കിൽ വെളിയിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9947487031. ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുക, എവിടെ വേണേലും കൊടുത്തോളൂ. പിന്നെ കുറച്ച് നേരത്തെ ചിലപ്പോൾ അച്ചാർ ഷോർട്ടേജ് ആണെന്ന് പറയാൻ പറ്റില്ല, കുറച്ചേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓവറായിട്ട് ചെയ്യുന്നില്ല, കമ്പനിക്കാർ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ ഒന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കും.